നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭിണികളിലെ പനിയാണ്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരാൻ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ലീലാമണിയാണ്. യാന വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അരുമന, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ, ഇവിടുത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റും സീനിയർ കൺസൾട്ടൻറ്റുമാണ് ഡോക്ടർ ലീലാമണി. ആദ്യമേ തന്നെ നമുക്ക് ഡോക്ടറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഇനി പ്രേക്ഷകരോടായി പറയാനുള്ളത്, ഇത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഫോണിൻ ലൈവ് പ്രോഗ്രാമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഡോക്ടറോട് നേരിട്ട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഗർഭാവസ്ഥയിൽ പനി എന്ന് എപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്? സാധാരണ എല്ലാ മനുഷ്യരിലും എന്ന പോലെ തന്നെ ഗർഭിണികളിലെയും ശരീര ഊഷ്മാവെന്ന് പറയുന്ന മനുഷ്യൻ്റെത് ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. പനി ശരിക്കും പറഞ്ഞാൽ അതൊരു അസുഖമല്ല, അതൊരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്, ഒരു സൈനാണ്. അപ്പോൾ പനി നമ്മുടെ പനി ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തോ ഒരു അസുഖം നമുക്ക് ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണുബാധയുണ്ട്. സാധാരണയായിട്ട് പണ്ടെല്ലാം എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ ഒരാളിന് പനിയെന്ന് പറഞ്ഞാൽ നേരെ ചെയ്യുന്ന നെറ്റി തൊട്ട് നോക്കും, കൈയുടെ പുറകോശം വെച്ചിട്ട്. അത് നമുക്ക് ഏറ്റവും സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് എളുപ്പം നോക്കാൻ ഇങ്ങനെ നോക്കുന്നതാണ് പനി നോക്കുന്നത്. എന്നാൽ ഇന്ന് മിക്ക വീടുകളിലും അത് ഊഷ്മ വളക്കുന്നതിനുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. പണ്ട് അത് ആശുപത്രി മാത്രം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ്, പക്ഷേ ഇന്ന് മിക്ക വീടുകളിലും ഉണ്ട്. പക്ഷെ നമുക്ക് അതില്ലാതെ തന്നെ നമുക്ക് പനിയുണ്ടെങ്കിൽ പനി എന്നറിയാൻ പറ്റുന്നത് നമ്മുടെ തൊടുന്ന ആളിൻ്റെ ഊഷ്മാവിനേക്കാളും കൂടിയിരിക്കും, ഇവരുടെ ബോഡിയിൽ നേരത്തെ ഉള്ള നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കൂടിയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പനി എന്നറിയുന്നത്. അപ്പോൾ പനി എന്നറിയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര പാനിക്കാവേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ഈ എല്ലാവരും ഓടിപ്പോയി തെർമോമീറ്റർ എടുത്ത് നോക്കും, അതെന്തോ ഭയങ്കര അസുഖം പോലെ പനിയെ ട്രീറ്റ് ചെയ്യുന്നൊരു പനി കോമൺ ആണോ? ഗർഭാവസ്ഥ സാധാരണ എല്ലാ മനുഷ്യർക്കുള്ള അതേ ചാൻസ് എല്ലാ ഗർഭിണികൾക്കും ഉണ്ട്, കൂടുതലാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പനി ഞാൻ പറഞ്ഞല്ലോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. എന്ത് അസുഖം ഗർഭകാലത്ത് വന്നാൽ അത് കൂടുതൽ സങ്കീർണമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ, അത് കൂടാതെ തന്നെ ചികിത്സയും പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗർഭകാലത്ത് പനി വന്നാൽ നമ്മളത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ 2 ജീവനാണ് ഒന്നിച്ചിരിക്കുന്നത്, അമ്മയും കുഞ്ഞും. അപ്പം എന്ത് അസുഖം അമ്മയ്ക്ക് വന്നാൽ അത് കുഞ്ഞിനും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഗർഭകാലത്ത് നമ്മൾ പനി വരാതെ നോക്കുക എന്നുള്ളതാണ്. ഗർഭകാലത്ത് ഒരസുഖവും വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇത് ഗർഭാവസ്ഥയെ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം അത് വരാതെ നോക്കുക. അപ്പോൾ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ആദ്യം അത് സ്വീകരിക്കുക. പിന്നെ വന്നു പോയാൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വയമായിട്ട് ചികിത്സിക്കുന്ന ഒന്നാണ് പനി. എല്ലാവരും സ്വയമായിട്ട് കഴിക്കും. പക്ഷെ പലരും പേടിക്കുന്ന ഒന്നാണ് ഗർഭകാലത്ത് അയ്യോ മരുന്ന് കഴിക്കാമോ എന്നുള്ളത്. അല്ല, പൊതുവേ നമ്മൾ പനി വന്നാൽ 3 ദിവസത്തേക്ക് നമ്മൾ നോക്കാൻ പറയും, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെഡിക്കൽ അറ്റൻഷൻ മതി എന്ന് പൊതുവേ പറയാറുണ്ട്. അപ്പോൾ 3 ദിവസം എന്നുള്ളത് എപ്പോഴും ബാധകമല്ല. ഇപ്പോൾ ഗർഭാവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയുന്നത് പനി വന്നു കഴിഞ്ഞാൽ സ്വയം പരീക്ഷണങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ഗർഭകാലത്ത് നല്ലത്. എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങാൻ നേരത്താണ് ഒരു പനി കണ്ടത്, അപ്പോഴൊരു പാരസെറ്റമോൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ പനി കാണില്ല, രാവിലെ എണീക്കുമ്പോഴും വേണമെങ്കിൽ ഒരു പാരസെറ്റമോളൂടെ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് പനി മാറിയെങ്കിൽ ഓടി ഒരു ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാം ഇപ്പോൾ പനി സീസണാണ്. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ് തന്നെ ചിലപ്പോൾ നമുക്ക് പനിക്കൊരു കാരണമായി തീരും. അപ്പോൾ അനാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന, അല്ലെങ്കിൽ അത്ര ഒരു അത്യാവശ്യം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന തന്നെ പല പനിയുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ടാവും. ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ ഒരു രോഗി മാത്രം വരുന്ന സ്ഥലമല്ല, അവരുടെ കൂട്ടിരിപ്പുകാർ എല്ലാവർക്കും അസുഖങ്ങൾ കാണും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക. ഇപ്പോൾ ഈ 3 ദിവസം എന്നുള്ളത് നല്ല ആരോഗ്യമുള്ള, വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും ഗർഭിണികൾ 3 ദിവസം ഒന്നും ഇരിക്കാൻ നമ്മൾ പറയുന്നത് 24 hours നമ്മൾ നോക്കുന്നതിൽ കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ അർദ്ധരാത്രി പനി വരുമ്പോൾ ഉടനെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാലും ഒന്നും ചെയ്യാനില്ല. പിന്നെയുള്ള പലരുടെയും വിചാരം എല്ലാം അങ്ങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പം മിക്കവാറും പല ഹോസ്പിറ്റലിലും ചെന്ന ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് അങ്ങ് എഴുതി കൊടുക്കും, കുറേ ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റിങ്. പിന്നെ ആ പല സ്ഥലങ്ങളിലെ ലാബിൽ അവിടെ എല്ലാം വെയിറ്റ് ചെയ്ത് തന്നെ ഈ പനി കൂടും.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസത്തെ ടെസ്റ്റുകൾ സാധാരണ അതിലൊന്നും വലിയ ഇൻഫർമേഷനൊന്നും നമുക്ക് കിട്ടാറില്ല. ഫസ്റ്റ് ഡേ നമ്മൾ പോയി ചെയ്യുമ്പോൾ അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഒരു 24 hour ലാക്സിറ്റി ഒരു കുഴപ്പം സാധാരണഗതി വരില്ല. പിന്നെ അത്ര സിക്കാണ്, പനിയുടെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ട്, വെറും ഒരു ചൂടല്ല, പനിയുടെ കൂടെ നമുക്കിപ്പം വയറിളക്കം, ഛർദി, അല്ലെങ്കിൽ വിറയൽ, അല്ലെങ്കിൽ നമുക്ക് വെട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ, എണീക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, എണീക്കുമ്പം തലകറങ്ങി വരുന്നു, ആ പനിയൊന്നും ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കില്ല. അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ട്. പനിയെന്ന് നമ്മൾ പറയുന്ന വെറും റൈസ് ഓഫ് ടെമ്പറേച്ചർ മാത്രമാണ്. തരത്തിലെ പനി വരാം. പനി എന്ന് പറയുന്നത് നമുക്ക് ഞാനീ പറഞ്ഞതുപോലെ ഒരു പാരസെറ്റമോളിൽ മാറുന്ന പനിയുണ്ട്, അല്ലാതെ ദിവസങ്ങളോളം നിൽക്കുന്ന പനിയുണ്ട്, വലിയ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഇല്ലാതെ വൈകുന്നേരങ്ങളിൽ മാത്രം വരുന്ന പനിയുണ്ട്. ഒരു ദിവസം വന്ന് പിന്നെ അടുത്ത ദിവസം ഒരു കുഴപ്പമില്ല, വീണ്ടും അടുത്ത ദിവസം വന്ന്. ഇത് ഈ പനിയുടെ ആ നേച്ചർ വെച്ച് തന്നെ പല അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ, അതിൻ്റെ ഒരു സ്പെസിഫിക് ഇതെന്ന് പറയുന്നത് ട്യൂബർക്കുലോസിസ് ആണ്. ഇതൊരു വലിയ പനിയല്ല, ചെറിയ പനി, എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ ഒരു പനി, അതിൻ്റെ കൂടെ ചിലപ്പോൾ ചുമ കാണും. ട്യൂബർക്കുലോസിസിനെ അങ്ങനെ കാണും. അപ്പം ഞാൻ പറഞ്ഞ ഇന്ന് പനിയുണ്ട്, നാളെ പനിയില്ല, അടുത്ത ദിവസം വീണ്ടും. മലേറിയയ്ക്ക് അങ്ങനെയാണ്, വിട്ടാണ് ഒരിക്കൽ വന്നിട്ട് പിന്നെ പോയിട്ട്. അപ്പോൾ നമ്മൾ ആ ഇടയ്ക്കുള്ള ദിവസം ആളിനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, എല്ലാ അസുഖവും മാറിയെന്ന് വിചാരിക്കും. പൊതുവേ ഗർഭിണികൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണല്ലേ? പൊതുവേ ഗർഭിണികൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറയും. ഇന്നൊരു ഗർഭിണിയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ക്രൗഡിലൊക്കെ ഇറങ്ങാനൊക്കെ നല്ല റെസ്ട്രിക്ഷൻസ് ആയിരുന്നു ഗർഭിണികൾ. വൈകിട്ട് തന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങി ഉടനെ പറയും എന്തോ പക്ഷി പറന്നിട്ട് അതിൻ്റെ പനി വരും. പക്ഷെ അതിലൊക്കെ എന്തോന്നൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് തന്നെ. അതെ അത് ഞാനൊരു സ്ഥലത്ത് വായിച്ചു കേട്ടത്, സന്ധ്യാസമയത്ത് പക്ഷികൾ ഭയങ്കര സ്പീഡിൽ പറന്ന് അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, അപ്പോൾ ഒരുപാട് അതിൻ്റെ കാഷ്ടങ്ങളെല്ലാം ഇങ്ങനെ, അപ്പോൾ അതുവഴി പകരുന്ന അങ്ങനെയൊക്കെ ഉള്ള ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷിപ്പനി. തിരിച്ചു വരാം, ഒന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, പേര് പറയൂ. മാഡം, എന്റെ പേര് ദിയ എന്നാണ്. സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം, എന്റെ പേര് ദിയ എന്നാണ്. ഞാനിവിടെ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ഇപ്പോ ഞാൻ 7 months പ്രഗ്നന്റ് ആണ്. ഇവിടെ ട്രിവാൻഡ്രം SIT ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഇതിനിടയ്ക്ക് വെച്ചിട്ട് 2 പ്രാവശ്യം പനി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയി 3 ദിവസം ആന്റിബയോട്ടിക് എടുത്തിട്ട് അവര് 5 ദിവസം ആന്റിബയോട്ടിക് എടുത്തിട്ട് തിരിച്ചെന്നെ വീട്ടിൽ വിടുകയാണ് ഉണ്ടായത്. രണ്ടാമത് പിന്നെ എനിക്ക് പനി വന്നു, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്തായിരുന്നു. അപ്പൊ കോമൺ ആയിട്ട് ഇപ്പം പനി വന്നപ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കൂടെ ഉള്ളവരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ കുറയും, പിന്നെ കുഞ്ഞിന് വയറ്റിലിരുന്ന് തന്നെ ഇൻഫെക്ഷൻ ആവും, ഹാർട്ട് ബീറ്റ് നിന്ന് പോകും എന്നൊക്കെ ഇങ്ങനെ പൊതുവെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ഒരു ടെൻഷൻ. അതിന്റെ അത് എന്താണെന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ മാഡം? എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ? ഇപ്പൊ പനിയില്ലല്ലോ. ഇപ്പൊ പനിയുണ്ടോ? ഇപ്പൊ എനിക്ക് കോൾഡാണ്. കോൾഡ്. അപ്പോൾ നമ്മൾ ഗർഭിണികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പനി വരാതെ നോക്കുക. ഇപ്പോൾ ഗർഭിണികൾ ശരിക്കും ജോലിയെല്ലാം ഉള്ള ആളാണോ, എന്നും പുറത്ത് പോകുന്ന ആളാണോ, വർക്ക് ചെയ്യുന്ന ആളാണോ? വീട്ടിൽ തന്നെ. അപ്പോൾ ക്രൗഡുകളിൽ പോവാതിരിക്കുക, പ്രത്യേകിച്ച് സീസണിൽ. ഇപ്പോൾ മഴയും അങ്ങനെ ഒരു നമുക്ക് പനി വരാൻ സാധ്യതയുള്ള ഒരു സീസണിൽ നമ്മൾ ക്രൗഡുള്ള സ്ഥലങ്ങളിൽ പോവാതെ ശ്രദ്ധിക്കുക. പിന്നുള്ളത്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക. അതിന് നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന മാസ്ക് വയ്ക്കുക എന്നുള്ളതാണ്. അവരും മാസ്ക് വയ്ക്കുക, നമ്മളും മാസ്ക് വയ്ക്കുക. ഇപ്പം ചുമയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ ഗർഭിണികളുടെ പനി വരുന്നതിന് വേറൊരു റീസൺ, നമുക്കിപ്പോൾ ഒരു ചെറിയ പനി വരുന്നത് മുമ്പ് തന്നെ നമുക്കൊരു ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ കുറച്ച് മടിയായിരിക്കും, തോന്നുമില്ല വെള്ളം കുടിക്കാൻ. പക്ഷേ പനി വന്നു കഴിഞ്ഞാൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു ദിവസം പാരസെറ്റമോളൊക്കെ കഴിച്ച് നോക്കുക. എല്ലാ പനിക്കും നമുക്ക് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ അണുബാധയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് ആവശ്യം. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ നല്ല ശുചിയുള്ള വെള്ളമായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ പനി വന്നാൽ ഗർഭിണികൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ഗർഭകാലത്ത് വളരെ സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വയറ് വലുതായിരിക്കുമ്പോൾ നമ്മുടെ ശ്വസനത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ഹൈ ഫീവർ, വളരെ പനി കൂടുമ്പോൾ നമ്മുടെ രക്തമിടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ ഇടിപ്പ് ധാരാളം വളരെ കൂടും. ഇപ്പം നമ്മൾ നോർമൽ ഒരു പൾസ് റേറ്റ് ആയിരിക്കില്ല, വളരെ കൂടും. അപ്പം അമ്മയുടെ പൾസ് റേറ്റ് കൂടിയാൽ അത് കുഞ്ഞിൻ്റെയും പൾസ് റേറ്റ് കൂടും. അങ്ങനെ കൂടി കഴിയുമ്പോൾ കുഞ്ഞിന് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വളരെ ഹൈ ഫീവർ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ അമ്മയ്ക്കുണ്ടാകുന്ന ചില അണുബാധകൾ കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പനി മൂലം, പനി നമുക്ക് ഒരു അസുഖം കൊണ്ടാണല്ലോ, ആ അസുഖത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇപ്പോൾ ഡെങ്കു ഫീവറൊക്കെ വന്നാൽ നമ്മുടെ കൗണ്ടൊക്കെ വളരെ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സീരിയസ് പനികൾ വന്നാൽ അത് കുഞ്ഞിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ സാധാരണ ഒരു ചെറിയ വൈറൽ ഫീവറൊന്നും സാധാരണ കുഞ്ഞുങ്ങളെ ബാധിക്കാറില്ല. എപ്പോഴും കുഞ്ഞ് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അമ്മയുടെ ബോഡിയിൽ ഇരിക്കുന്നത്. അതിനൊരു ബാരിയർ തന്നെ ഉണ്ട്, അണുബാധയൊക്കെ പെട്ടെന്ന് കുഞ്ഞിനെ അങ്ങനെ ബാധിക്കാതിരിക്കാനായിട്ട്. പിന്നെ അമ്മയുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയമിടിപ്പൊക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെയും ഹൃദയമിടിപ്പ് കൂടുന്നതിനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാത്ത അവസ്ഥ, വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം വരാം. അമ്മയ്ക്കൊരു വെട്ടൽ വന്നു കഴിഞ്ഞാൽ, പനിയുടെ കൂടെ വെട്ടൽ വരുന്ന പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഈ റീസെൻ്റായിട്ട് കേൾക്കുന്നതാണ് നമ്മുടെ ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ ഒരു സീഷർ, ബ്രെയിനിനെ ബാധിക്കുന്ന അണുബാധകളാണെങ്കിൽ വെട്ടൽ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കും ഓക്സിജൻ്റെ അളവ് കുറയും, കുഞ്ഞിനും ഓക്സിജൻ്റെ അളവ്. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കേട്ടതെല്ലാവരും ഓർക്കുന്നു കാണും, പൾസ് ഓക്സിമീറ്റർ. അന്ന് ഗർഭിണികൾക്കൊക്കെ ഗവൺമെൻറ് തന്നെ ഫ്രീ ആയിട്ട് പൾസ് ഓക്സിമീറ്ററൊക്കെ കിട്ടത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഈ ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. അമ്മയ്ക്ക് ഓക്സിജൻ കുറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിനെയും ബാധിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടായത്. വളരെ വളരെ ചുരുക്കമായിട്ടുണ്ടാകുന്ന ഒരു അപകടമാണ് കുഞ്ഞിൻ്റെ അനക്കം നിൽക്കുക എന്നുള്ളത്. പക്ഷെ അമ്മയ്ക്ക് സീരിയസ് അണുബാധ ഉണ്ടാകുകയോ പനിയുടെ കൂടെ തന്നെ ആ അസുഖം കൊണ്ട് വളരെ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ കിഡ്നിയെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലുള്ള കൊടിയ അസുഖങ്ങൾ വന്നിട്ട് കരളിനെ ബാധിക്കുകയോ, അമ്മയുടെ സിസ്റ്റങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നതോടൊപ്പം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പനി വന്നെന്ന് പറഞ്ഞ് ഉടനെ പേടിക്കുകയൊന്നും വേണ്ട, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്നുള്ളത്. അമ്മയ്ക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോഴാണ് അത് കുഞ്ഞിനെയും ബാധിക്കുന്നത്. അപ്പോൾ പനി വരാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, പനിയുള്ളവരുമായിട്ട് സമ്പർക്കം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പോഷർ, വെളിയിലൊക്കെ ക്രൗഡിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പനി സീസൺ തന്നെയാണ്. നമ്മൾ പേപ്പറിലൊക്കെ എന്നും പനി ഡെത്തുകൾ കാണാറുണ്ട്, പല തരത്തിലുള്ള പനിയാണ്. അപ്പോൾ അങ്ങനെ വരാതെ, ഇപ്പോൾ കൊതുക് ജന്യ രോഗങ്ങൾ ഈ സമയത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും എല്ലാം ശുചിയായിട്ടും ഡ്രൈ ആയിട്ടും വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ പനി വരാതെ നമ്മൾ നോക്കുക. വന്നു കഴിഞ്ഞാൽ പാനിക്കാവാതെ, ഞാനീ പറഞ്ഞതുപോലെ ഒരു ദിവസം അർദ്ധരാത്രി പനി വരുമ്പോൾ അപ്പം തന്നെ ഓടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, വെറും പനിയാണെങ്കിൽ നമുക്ക് 1-2 നേരം പാരസെറ്റമോളൊക്കെ കഴിച്ച് നോക്കാം. കുറവില്ലെങ്കിൽ ഉടനെ ഡോക്ടറെ കാണണം. പിന്നെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്തെങ്കിലും അനക്കത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ പരിശോധിപ്പിച്ച് നോക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ജാഗ്രത വേണമെന്നേ ഉള്ളൂ. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, പറയൂ, എവിടെ നിന്ന് വിളിക്കുന്നു? എൻ്റെ പേര് അഞ്ജലി, ഞാൻ കൊട്ടാരക്കരയിൽ വിളിക്കുകയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ഡോക്ടർ, ഞാൻ എൻ്റെ അനിയത്തിക്ക് തന്നെയാണ് വിളിച്ചത്. പറഞ്ഞോളൂ. അവർക്ക് 3 months പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഇങ്ങനെ പനി വന്നായിരുന്നു. ഇപ്പൊ അവർക്ക് 4 മാസമായി. പറയൂ, കേൾക്കാം. ഇപ്പൊ 4 മാസമായി. എങ്കിലും ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അവൾക്കുണ്ട്. ബാക്ക് പെയിനും ശരീരം വേദനയും ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. പനി പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവൂലേ ഡോക്ടറെ? പനി ഇപ്പൊ ഉണ്ടോ? ടെമ്പറേച്ചർ ഉണ്ടോ? ഇപ്പം ടെമ്പറേച്ചർ ഇല്ല, പക്ഷെ അതിനുശേഷം ഭയങ്കര ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ടുണ്ട്. ഗർഭത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗർഭകാലത്തിന് തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ദേഹം വേദന, ക്ഷീണം, ഇതൊക്കെ ഗർഭകാലത്തിൽ തന്നെ ഉള്ളതാണ്. പനിയില്ലാത്തവർക്കും ഉള്ളതാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ പനി വരുമ്പം നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണും. പിന്നുള്ളത് പനി കഴിഞ്ഞിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഈ വൈറൽ ഫീവറൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷിയെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വളരെ ബാധിക്കുന്നതാണ് വെറും വൈറൽ ഫീവർ. അതിനൊരു കൺവാലസൻസ് പീരീഡ് എന്ന് പറയും. നമ്മൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് വരുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്ക് ഈ ക്ഷീണമൊക്കെ അതുപോലെ തന്നെ നിൽക്കാം. പനിയും നമ്മുടെ അസുഖം, നമുക്കുണ്ടായിരുന്ന അസുഖം കംപ്ലീറ്റ് മാറിയാൽ ആ ഒരു കൺവാലസൻസ് പീരീഡ്, അത് എന്ത് അസുഖം വന്നാലും എല്ലാവർക്കും ഉള്ളതാണത്. അത് ഗർഭിണികൾക്കാവുമ്പോൾ ഈ കൺവാലസൻസ് പീരീഡിൽ അവർക്ക് ഗർഭത്തിൻ്റേതായ ക്ഷീണം കൂടെ ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് തോന്നിക്കും. അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം 4-ാം മാസമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അയൺ കാൽസ്യം മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ എടുക്കാനൊക്കെ വയറിനൊരു അതൊരു 3-4 ദിവസം അയണും കാൽസ്യം കഴിച്ചില്ല എന്ന് പറഞ്ഞൊന്നും ഒരു കുഴപ്പവും വരാറില്ല. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കുറച്ച് റെസ്റ്റ് എടുക്കുക. നമുക്ക് ക്ഷീണം കൂടുതലുള്ളപ്പം ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന ഇപ്പം ആഹാരം വേണ്ടാന്ന് പറഞ്ഞ് നമ്മളൊന്നും തിന്നാതിരുന്ന ആ ക്ഷീണം ഒരിക്കലും മാറാൻ പോണില്ല. അപ്പം നമ്മൾ നമ്മുടെ ആഹാരത്തിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഈ നെല്ലിക്ക എന്നൊക്കെ പറയില്ലേ, ഗൂസ്ബെറി, അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ലോണം ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ക്രമേണ അങ്ങ് മാറും. അല്ലാതെ പനി നമുക്ക് ആ സമയത്തൊന്നും കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് ഈ ക്ഷീണത്തിൻ്റെ അളവും തോതും അതിൻ്റെ ദൈർഘ്യവും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഗർഭകാലത്ത് എപ്പോഴും ഇതാണ് അസുഖം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് നാൾ കാണും. അത് പെട്ടെന്ന് അങ്ങ് വേറൊരാളിന് വരുന്നത് പോലെയല്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി, അതിൽ കൂടെ ഒരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ ആ ദൗർബല്യം കൂടാനാണ് സാധ്യത. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ക്ഷീണം മാറാതെ നിൽക്കുമ്പം നമ്മൾ നോക്കാനുള്ള 1-2 കാര്യം, നമ്മുടെ ഈ ഡെങ്കു ഫീവർ വന്നിട്ട് എൻ്റെ കൗണ്ട് കുറഞ്ഞു പോകുന്നവർക്ക് ക്ഷീണം കുറച്ച് നാൾ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം വരുന്നവർക്ക് കുറച്ച് നാൾ ക്ഷീണം കൂടുതൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മിക്കവാറും ടെസ്റ്റ് ചെയ്ത് കാണുമല്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണുമല്ലോ. അപ്പോൾ അവിടെ ടെസ്റ്റുകളൊക്കെ നടത്തി കാണും. പിന്നെ ഉള്ളത് നമ്മുടെ മരുന്നുകൾ തന്നെ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതിരിക്കുന്നത്, അതിനൊക്കെ കുറച്ച് കൂടുതൽ ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ച് വരത്തക്കോണം നല്ല വൈറ്റമിനുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക, ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക. അത് മാത്രം മതി, വെള്ളമൊക്കെ കുടിച്ചാൽ മതി, അത് ക്രമേണ മാറിക്കോളും. പെട്ടെന്ന് അങ്ങ് മാറാൻ സാധ്യത കുറവാണ് ഗർഭിണികൾക്ക്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനുള്ള പരിചരണം കൊടുത്താൽ മതി. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ മെഡിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തെല്ലാം മെഡിസിൻസ് ഇപ്പോൾ നമ്മൾ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു പനി വന്നു, അപ്പോൾ നമ്മൾ കുറച്ച് മെഡിസിൻസ് അറിയാതെ കഴിച്ചു പോയി, അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഗർഭം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഗർഭം അറിയാതെ പോകുന്ന സാഹചര്യം വളരെ കുറവാണ്, പണ്ടത്തെ പോലെ അല്ല. എല്ലാവർക്കും ഹോം ടെസ്റ്റിംഗ് തന്നെ അറിയാം, യൂറിനെടുത്ത് ഗർഭിണിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും തുടക്കത്തിൽ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു ഗർഭിണിയായി 1 മാസത്തിനുള്ളിൽ, ഒരു 35 ദിവസത്തിനുള്ളിലൊക്കെ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ഓർ നൺ എന്നാണ് പറയുന്നത്. കുഞ്ഞിനെ ഒന്നിലത് കംപ്ലീറ്റ് ബാധിക്കും, അങ്ങനെയാണെങ്കിൽ അബോർട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. അങ്ങനെയുള്ള ഒരു പീരീഡാണ്. അപ്പോൾ ആ സമയത്തെ മരുന്നുകൾ സാധാരണ കുഞ്ഞിനെ ഒന്നും ബാധിക്കാറില്ല. നമ്മുടെ ഒരു 6 to 9 വീക്സ് ആ സമയത്താണ് എല്ലാ അവയവങ്ങളും ശരീരത്തിലുണ്ടാകുന്നത്. ആ സമയത്താണ് അമ്മ കഴിക്കുന്ന മരുന്നുകളൊക്കെ കുഞ്ഞിനെ ദോഷമായിട്ട് ബാധിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ഗർഭം ആവാനൊരു സാധ്യതയുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ കൊടുക്കാറില്ല. ധാരാളം ഗർഭകാലത്ത് സേഫായിട്ട് കഴിക്കുന്ന ധാരാളം മരുന്നുകൾ എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഉണ്ട്. എത്ര സീരിയസ് അസുഖത്തിനും ഗർഭകാലത്തിനും സേഫായ മരുന്നുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഡ്രഗ് അലർജി, മരുന്നിൻ്റെ അലർജി. ഇപ്പോൾ തന്നെ നമ്മൾ ന്യൂസിൽ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ 2 പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതാണ് ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. നമ്മുടെ ടെസ്റ്റിൽ ചിലപ്പോൾ കുഴപ്പം വരാതെ ഫുൾ ഡോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിങ് ഒരു 100% ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് നമുക്ക് ലൈഫിൽ ഏത് പാർട്ടിലാണ്, ഇപ്പോൾ ഗർഭിണിയാകുമ്പോഴും അല്ലാതെയും നമുക്ക് വന്നാൽ, നമ്മൾ കഴിക്കുന്ന ഒരു പ്രത്യേക മരുന്നിന് അലർജി വന്നാൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം, നമ്മളത് ശ്രദ്ധിച്ച് വെക്കണം. ഏത് ഹോസ്പിറ്റലിൽ പോയാലും. അപ്പോൾ ഗർഭകാലത്ത് എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആശുപത്രിയിൽ ഒരു അസുഖത്തിന് പോയാൽ ആദ്യം പറയേണ്ടത് ഗർഭിണി എന്നാണ്, പിന്നെയാണ് അസുഖം പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു അലർജി അറിയാമെങ്കിൽ അത് പറയണം. അങ്ങനെ അലർജിക് റിയാക്ഷൻസ് പലപ്പോഴും
പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ സേവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. എത്ര സംവിധാനമുള്ള ഹോസ്പിറ്റലിലും ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് ആ സംവിധാനം കാണില്ല. അപ്പോൾ അതിനൊരു ടൈം നമുക്ക് കിട്ടൂല അവരെ ഒന്ന് റിവൈവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഡ്രഗ് അലർജി വളരെ പ്രശ്നമുള്ളതാണ്. ഗർഭകാലത്താണെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും. ഡ്രഗ് അലർജി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഓക്സിജൻ സാച്ചുറേഷൻ കുറയും, ശ്വാസം ഇല്ലാതെ പോവുകയും അത് പെട്ടെന്ന് കുഞ്ഞിനെയും ബാധിക്കും. ഇപ്പം മരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും അലർജി, അത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ആദ്യം വേണമെങ്കിൽ ചെറിയൊരു ഡോസ് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കി ഒരു ടാബ്ലറ്റ് കഴിച്ച് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2-3 മരുന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ഇഞ്ചെക്റ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് തന്നെയാണ് എല്ലാ ആശുപത്രികളിലും കൊടുക്കുന്നത്. ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ ചെറിയ ഡോസ് ആദ്യം കൊടുക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരിക്കൽ എടുത്ത മരുന്നിന് പോലും പിന്നെ അലർജി കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് 100% പ്രിവെൻറ്റബിൾ അല്ല, എന്നാലും അത് വരാതെ തന്നെ നമ്മൾ നോക്കണം. അതിനുള്ള പ്രിക്കോഷൻസ് പേഷ്യൻറ്റും എടുക്കണം, ആരോഗ്യ പ്രവർത്തകരും എടുക്കണം. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പലതരം കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡയബറ്റിസ് ആയാലും ശരി, ഇപ്പം ബ്ലഡ് പ്രഷർ, അപ്പോൾ അത് കാരണം പനി വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഡയബറ്റീസ് പ്രഷറൊന്നും കൊണ്ട് പനി വരാറില്ല. പക്ഷെ ഡയബറ്റീസ് ഉള്ളവർക്ക് അണുബാധയുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പനി വരാനുള്ള സാധ്യത. ഡയബറ്റീസ് എപ്പോഴും നമ്മുടെ പ്രതിരോധശേഷി കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അണുബാധ വരാൻ നമ്മുടെ ഒരു ബോഡി അതിനെ ഇതാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത. പ്രത്യേകിച്ചും ഗർഭകാലത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഷുഗർ ഉള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പനിയും വിറയലുമായിട്ടാണ് വരുന്നത്. പനിയും വിറയല. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് പനിയായിട്ട് വരുമ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു. ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ യൂറിനിൽ ഇൻഫെക്ഷനൊന്നുമില്ല. ആ സെയിം ആൾ 2 ദിവസം കഴിയുമ്പോൾ അന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്കിപ്പോൾ പനിയും വിറയലാണെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാമത് വരാം. എന്ന് പറഞ്ഞാൽ മിക്കവരും എന്ത് ചെയ്യുന്നു, പനിയുടെ സമയത്ത് വെള്ളം കുടിക്കില്ല. നമുക്ക് ഈ ഗർഭാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അത് മൂത്രാശയത്തേക്കും അതിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. എപ്പോഴും മൂത്രം കുറച്ച് അവിടെ സ്റ്റേസിസ് അല്ലെങ്കിൽ കെട്ടി നിൽക്കാനും പെട്ടെന്ന് അണുബാധ വരും. അപ്പോൾ പനിയാകുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കുന്നു പറയും. വെള്ളമാണ് ശരിക്കും യൂറിനറി ഇൻഫെക്ഷൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അതെനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന വേറൊരു കാര്യം കൊണ്ടായിരിക്കും ആദ്യത്തെ പനി. അല്ലെങ്കിൽ പലരും നടുവേദന എന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ആ നടുവേദനയൊക്കെ ആദ്യത്തെ പനിയുടെ ഭാഗമായിരിക്കും. പിന്നെ നമുക്ക് പനിയും വിറയലും വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അതന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിലൊന്നുമില്ല, ടെസ്റ്റ് ചെയ്താൽ വരണമെന്നില്ല. പിന്നെ അവർ ഈ വെള്ളമൊക്കെ കുടിക്കാതിരുന്നായിരിക്കും അടുത്തൊരു യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഈ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പെട്ടെന്ന് പബ്ലിക് ടോയ്ലറ്റൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യമൊക്കെ വളരെ മാറിയില്ലേ. പണ്ടത്തെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും അല്ല, എല്ലാവരും അവെയറാണ് അതൊക്കെ. പിന്നെ അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പോകുമ്പോൾ നമുക്കാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ്. നമ്മുടെ കൈയാണ് നമുക്ക് പല അസുഖങ്ങളും കൊണ്ടുതരുന്ന ഒരു സാധനം, സ്വീകരിക്കുന്ന ഒരു സാധനം കൈയാണ്. അപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ, ഹാൻഡ് വാഷിങ്. സാനിറ്റൈസർ തന്നെ വേണമെന്നില്ല, നല്ല സോപ്പും വെള്ളവും വെച്ച് എപ്പോഴും കഴുകുക, മാസ്ക് യൂസ് ചെയ്യുക. ഒരുപാട് പ്രിവെൻറ്റബിൾ ആണ് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പ്രിവെൻറ്റബിൾ ആണ്. ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് മാസ്ക് ഉപേക്ഷിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. എൻ്റെ റീസൺ അവർ പറയാം, പണ്ട് എന്നും എനിക്ക് മരുന്ന് കഴിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറേ നാൾ എനിക്ക് അസുഖമേ വന്നില്ല. നമ്മൾ ആ സ്റ്റഡീസ് എല്ലാം കാണിച്ചതും അതാണ്. ആൻറ്റിബയോട്ടിക് യൂസ് വളരെ കുറഞ്ഞ ഒരു സമയമായിരുന്നു കോവിഡ്. ഇപ്പോൾ കോവിഡ് ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു ആവശ്യം വന്നു, അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മരുന്ന് ഡ്രിപ്പ് വഴിയായിരിക്കുമോ അതോ? ഇല്ല, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരു ഗർഭിണി ഒരു അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് എന്ത് തരം അസുഖമാണെന്നുള്ളതാണ്. അവർക്ക് വീട്ടിൽ വെച്ച് അത് ട്രീറ്റ് ചെയ്താൽ പോരാ എന്ന് നമ്മൾ തോന്നുമ്പോഴാണ് നമ്മളവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്യൂട്ട് എമർജൻസിക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനം. പണ്ടത്തെ അത് ആ ട്രെൻഡ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നമ്മുടെ എയ്ഡ്സ് അറിയാമല്ലോ, HIV വന്നപ്പം നമ്മുടെ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ എൻ്റെ കൊച്ചുനാളിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന സകലമാനവർക്കും ഇഞ്ചക്ഷൻ വേണം. ആദ്യം അവർ ചോദിക്കുന്ന അസുഖം പറയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അതെന്തോ ഒരു മാജിക് എന്നാണ്
പലപ്പോഴും നമ്മുടെ ഇഞ്ചെക്ഷൻസിൽ വരുന്ന മരുന്നിൻ്റെ ഡോസ് വളരെ കുറവാണ് നമ്മൾ ഓറലി കഴിക്കുന്നതിനേക്കാൾ. അപ്പം എല്ലാം എന്തോ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സകല അസുഖവും മാറും എന്നുള്ള ഒരു മിഥ്യാധാരണ. ഛർദിലും കൊണ്ടായിരിക്കുമല്ലോ ഒരു ഗർഭിണി നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ടോളറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയെന്ന് ചെയ്യും. ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗർഭിണി നമുക്കത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ഇഞ്ചെക്റ്റബിൾ തന്നെ, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ ആദ്യം ഒരു എംപെരിക്കലായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് നമ്മളപ്പോൾ കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ മരുന്നുകളും ഓറലി കഴിക്കുന്ന കൂടെ കഴിക്കുന്ന മരുന്നുകളൊന്നും ഇഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ ആദ്യം കൊടുക്കുന്ന മെഡിസിൻ കൊണ്ട് കുറച്ചൊന്ന് കുറയും, മെഡിസിൻ നിർത്തുമ്പോൾ വീണ്ടും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അല്ലാതെ നമുക്ക് നിർബന്ധമായിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽസിൽ നമ്മൾ ഏറ്റവും ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം വിസിറ്റേഴ്സിൻ്റെ നിയന്ത്രണമാണ്. എല്ലാവരും വളരെ സ്നേഹമാണ്, നമ്മളെല്ലാവരും സ്നേഹമാണ്. അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ വന്ന് കാണുകയും, ഇപ്പം പ്രസവം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിസിറ്റേഴ്സിനെ കാണുന്ന ഒരു സമയമാണ് കുഞ്ഞിനെ കാണാൻ വരും പ്രസവം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും കുഞ്ഞ് അമ്മ ഇരിക്കുന്ന മുറിയിൽ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന ബെഡിൽ, ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും മഴയൊക്കെ നനഞ്ഞുകൊണ്ട് വന്ന് ഈ ബെഡിൽ കയറിയിരുന്ന് കുഞ്ഞിനെ എടുത്ത് അവർ വളരെ സന്തോഷമായിട്ട് കുഞ്ഞിനെ കണ്ട് എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ പോകും. അവരങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ അസുഖം തുടങ്ങും. പിന്നെ അവർ എക്സ്പോസ്ഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം പിന്നെ ഉള്ളത് ജനിച്ച ഉടനെയും പ്രസവ സമയത്തുമൊക്കെ അമ്മയ്ക്കും കുഞ്ഞിനും ഇമ്മ്യൂണിറ്റി കുറവാണ്, അവർക്ക് പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും അസുഖം വരും. അപ്പോൾ ശരിക്കും ഹോസ്പിറ്റൽ വിസിറ്റ് നമ്മൾ വളരെ കുറയ്ക്കുക എന്നുള്ളത് വളരെ അത് നമ്മൾ കോവിഡ് കാലത്ത് പഠിപ്പിച്ച ഒരു കാര്യമാണ്. വിസിറ്റേഴ്സ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനോ രോഗിക്ക് കിട്ടുന്ന ഒരു പരിചരണത്തിനോ കുറവ് വരാറില്ല. ഇവർ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻകൺവീനിയൻസ് ആണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് കോണ്ടാക്ട്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയി കണ്ടാൽ മാത്രമേ നമുക്കൊരു കോണ്ടാക്ട് ഉള്ളൂ. ഇന്നത്തെ കാലം അങ്ങനെയല്ലല്ലോ. ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മൊബൈൽ ഫോൺ ഏത് നിമിഷവും നമ്മൾക്ക് അവരുടെ വിവരം തിരക്കാം, അവരെ കാണാം. നേരിട്ട് പോയി കാണണമെന്നുള്ളത് ഒരു നിർബന്ധമേ അല്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ആ കോണ്ടാക്ട്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ പനിയില്ല. ഇപ്പം ഗർഭിണിക്ക് പനി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പം നേരത്തെ ഒരു കോളർ പറഞ്ഞ കൺസേൺ പോലെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും? ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ വെൽബീയിങ് നോക്കുന്നത്, കുഞ്ഞ് നല്ലതായിട്ടിരിക്കുന്നു പറയുന്നത് അതിൻ്റെ അനക്കം തന്നെയാണ്. അത് അമ്മ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ചില പനികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിയുമ്പോൾ ഒരു സ്കാനിങ് പരിശോധന നടത്തി നോക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വലിയ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സാധാരണ ക്ലിനിക്കൽ പരിശോധനയിലൂടെ, ഇപ്പം ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മ നേരെ ആഹാരമൊന്നും, നേരത്തെ പറഞ്ഞല്ലോ ആഹാരമൊന്നും, കുഞ്ഞിനൊരു വളർച്ച, അതൊക്കെ നമുക്ക് ചിലപ്പം നമുക്ക് ക്ലിനിക്കലി തന്നെ മനസ്സിലാവും. പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു സ്കാനിങ് പരിശോധനയും കൂടെ നടത്തി. അല്ലെ രക്തപരിശോധനയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന അമ്മയ്ക്ക് രക്തക്കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാം, കൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ പരിശോധനകളിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അത്ര പെട്ടെന്നൊന്നും കുഞ്ഞിനെ ബാധിക്കില്ല എന്നുള്ള, അത്ര സുരക്ഷിതമായിട്ടാണ് ഗർഭപാത്രം. ഞാൻ ഇടപെടുന്നു. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, പേര് പറയാമോ? എന്റെ പേര് ശ്രീഷ്മ എന്നാണ്. ഞാൻ വിളപ്പിൽ ശാലയിലാണ് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. ഡോക്ടർ, എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ചേച്ചി ഇപ്പോ പ്രഗ്നന്റ് ആണ്, ഒരു 6 months പ്രഗ്നന്റ് ആണ്. പറഞ്ഞോളൂ. അപ്പോ അവരുടെ ഒരു കൂട്ടുകുടുംബം പോലത്തെ ഫാമിലിയാണ്. ഈ ചേച്ചിയുടെ ബ്രദറിന്റെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പനിയായിട്ട് വന്നിട്ട് ഇപ്പൊ 2 ദിവസത്തിൽ വൈറൽ ഫീവർ ഉണ്ടാവും. അപ്പോ എങ്ങനെ ഡോക്ടർ ഈ വൈറൽ ഫീവർ വീട്ടില് ബാക്കിയുള്ളവർക്കൊക്കെ വന്ന സാഹചര്യത്തിൽ ഒരു പേടിച്ചിരിക്കുകയാണ്. അത് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് പ്രതിരോധിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് അവരുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മളിലോട്ട് പകരാതിരിക്കാൻ പറ്റും. അപ്പോൾ 100% നമുക്ക് മാറ്റാൻ പ്രയാസം തന്നെയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഈ നഴ്സറി, സ്കൂള് ഇവിടെയൊക്കെ ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് കാണും. അപ്പം എല്ലാവരും എന്താണ്, കുഞ്ഞിന് അസുഖം വന്നാലും അതിന് പോകാൻ വലിയ കുഴപ്പമില്ലെങ്കിൽ ചെറിയ തോതിലേ ഉള്ളെങ്കിൽ അതിനെ അങ്ങ് സ്കൂളിൽ വിടും എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന റീസൺ ശരിയുമാണ്. വീട്ടിൽ ഇരുന്നാൽ കൊച്ചു ചുമ്മാ ഇരിക്കില്ല, സ്കൂളിലാണെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാവരും സ്കൂളിൽ വിടുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കും കിട്ടും.
അപ്പോൾ ഇങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്ത് മുഴുവൻ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇട്ട് അവർ വീട്ടിൽ പോയാൽ അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ തന്നെ ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വരാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ മൂക്കിൽ കൂടെയൊക്കെ ഡിസ്ചാർജൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ അത് കെയർ ചെയ്ത് അവർ അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമ്മൾ മാസ്ക് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും പനിയോ വല്ലതും വന്നാലും ഉടനെ ചികിത്സ എടുക്കുക. ഇത്രയും മാത്രമേ നമുക്ക് ഗർഭകാലത്തും ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും കുറച്ചൊരു ഐസൊലേഷനിൽ പോയാൽ തന്നെ നമ്മളിവരുമായിട്ടൊന്നും കുഞ്ഞുങ്ങളെ അടുത്ത് വരാതെ മിങ്കിൾ ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതെ കാക്കാൻ പറ്റും. പിന്നെ കുറേ ഈ പറയൂ. ചേച്ചിക്കാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ഒരു പ്രകൃതമാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധിക്കുമോ? പ്രിക്കോഷൻ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക, വൈറ്റമിൻസൊക്കെ ഉള്ള ആഹാരം കഴിക്കുക, ഉറങ്ങുക, കുറച്ച് റെസ്റ്റ് ചെയ്യുക, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അസുഖം വരാതിരിക്കും. പിന്നെ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞതുപോലെ ഇൻഹറൻ്റായിട്ട് അവർക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ ആൾക്കാരുണ്ട്. അവർ എക്സ്പോഷർ വരാതെ മറ്റസുഖമുള്ള ആളുകളുടെ അടുത്ത് പോവാതെയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വരാതിരിക്കാൻ പിന്നെ വാക്സിനുള്ള സാധനങ്ങൾ നമ്മൾക്കറിയാമല്ലോ, കോവിഡ് കാലത്തൊക്കെ നമ്മൾ എടുത്തത്. അപ്പോൾ അതുപോലെയുള്ളതേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. നമുക്കത് ഒരു നല്ലൊരു ശതമാനം വരെ നമുക്ക് അസുഖം വരാതെ നോക്കാൻ പറ്റും. താങ്ക് യു, വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു കോളറും കൂടെ ഉണ്ട് ഡോക്ടർ. ഹലോ 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 മാം, ഞാൻ ശാലിനിയാണ്. പറയും, സംസാരിച്ചോളൂ. മാം, ഞാൻ പ്രഗ്നന്റ് കഴിഞ്ഞു, ഡെലിവറി ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ആദ്യം പനിയായിട്ടാണ് വന്നത്. പനി കഴിഞ്ഞൊരു 3 months എനിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ മോക്ക് ചെറിയൊരു ഹാർട്ടിന്റെ കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ പേരിലാണോ അത് അപ്പഴേ ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും ശരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു കുഞ്ഞിനെ സമയത്ത്. എത്ര മാസത്തിലാ പനി വന്നത്? സ്റ്റാർട്ടിങ് 2 മാസമായപ്പോഴാണ് പനി വന്നത്. പനി വന്നു കഴിഞ്ഞിട്ട് ഒരു 3 months എനിക്ക് നല്ലപോലെ വയറുവേദനയൊക്കെ ആയിരുന്നു പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. പനി ഉടനെ മാറിയില്ലേ? പനി ഉടനെ മാറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും മോക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പനിയുടെ ഇതുമായിട്ട് വന്നതാണോ? അപ്പൊ പനി ആയപ്പോ എനിക്ക് അറിയില്ലായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു. പനി ആയപ്പോ അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പനി ആയിരുന്നു എന്നും പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അറിഞ്ഞത്. 2 months ആയപ്പോഴാണ് അറിഞ്ഞത് അല്ലേ? 2 monthsലാണ് ഈ പനി വന്നിരിക്കുന്നത്. അതെ, അതിനകത്ത് ഇതിപ്പം കുഞ്ഞിന് ഹാർട്ടിന് അസുഖം വന്നത് നമുക്കിപ്പം 100% ഈ പനി കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് ചിലപ്പോൾ അല്ലാതെ തന്നെ വന്നതാവും. പിന്നെ ഈ നമുക്കിങ്ങനെ വരുന്ന പനിയൊക്കെ മിക്കതും വൈറൽ ഇൻഫെക്ഷൻസാണ്. മിക്കവാറും വൈറൽ ഇൻഫെക്ഷനൊന്നും കുഞ്ഞിനെ ബാധിക്കാറില്ല. ചില പ്രത്യേക വൈറസുകൾ മാത്രമേ കുഞ്ഞിനെ ബാധിക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പം അപ്പോഴ് വന്നത് കുഞ്ഞിനിപ്പോൾ ഹാർട്ടിൻ്റെ അസുഖം വന്നത് ഈ 2 മാസം എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. പക്ഷേ അപ്പോഴ് ആ അസുഖം കൊണ്ട് മാത്രമാണ് ഈ ഹാർട്ടിന് അസുഖം വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാരണമാണോ എന്ന് നമുക്കത് തെളിയിക്കാനും പ്രയാസമാണ്. ചില അണുബാധകൾ ഹാർട്ടിന് അസുഖം ഉണ്ടാക്കുന്ന വൈറൽ ഫീവേഴ്സ് ഉണ്ട്. അന്ന് ദേഹത്ത് സ്കാനിങ് പറഞ്ഞിട്ടില്ല. അത് സ്കാനിങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്കാനിങ് 100% അല്ല. സ്കാനിങ് എല്ലാം നമുക്ക് സ്കാനിങ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നില്ല. വലിയ സ്ട്രക്ചറിലുള്ള കാര്യങ്ങൾ നമ്മുടെ കാഴ്ചയിൽ വലിയ കാര്യങ്ങൾ മാത്രമേ എല്ലാം സ്കാനിങ്ങിൽ തെളിയുള്ളൂ. ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നമ്മുടെ അമ്മയുടെ വയറിനകത്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയിൽ നിന്നുള്ള രക്തം സ്വീകരിച്ച് അതിലെന്നല്ലേ കുഞ്ഞ് വളരുന്നത്. അപ്പോൾ എല്ലാ അവയവങ്ങളും 100% പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ കുറേ ഒക്കെ അമ്മയുടെ സപ്പോർട്ടിലാണ്, കുറേ അല്ല 100% അമ്മയുടെ സപ്പോർട്ടിലാണ്. വലിയ ലീഷൻസ് എന്ത് അസുഖം എന്നാണ് പറയുന്നത് ഹാർട്ടിൻ്റെ അറിയില്ലല്ലേ? അവിടെ ഒരു ചെറിയ അതൊന്നും നമുക്ക് 100% സ്കാനിങ് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അതിന് പ്രത്യേകിച്ച് ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞ് 26 ആഴ്ചയൊക്കെ ആകുമ്പോൾ അതൊന്നും നമ്മൾ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കാണാത്ത ഇതായതുകൊണ്ട് എല്ലാ ഗർഭിണികളെയും നമ്മൾ ഫീറ്റൽ എക്കോ ചെയ്യാനൊന്നും പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. പിന്നെ ഗർഭകാലത്ത് എന്തെങ്കിലും ത്വക്കിൽ എന്തെങ്കിലും റാഷും എല്ലാം ഉണ്ടായിരുന്നോ? സ്കിന്നിൽ
ഇല്ല 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 ഇല്ലല്ലോ. അപ്പം ശരി, മിക്കവാറും അതുകൊണ്ടാവാൻ സാധ്യതയില്ല. ചില റാഷോട് കൂടി വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഇതുപോലെ വൈകല്യങ്ങൾ കുഞ്ഞിന് പിന്നെ ഉണ്ടാക്കാൻ, ഹാർട്ടിനൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലാതെ തന്നെ വന്നതാവാനാണ് സാധ്യത. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്കാൻസ് പല ഹോസ്പിറ്റലിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണോ? അതെ, ഗർഭിണികളെന്ന് പറയുന്ന 2 തരം ആൾക്കാരുണ്ട്, ലോ റിസ്ക് എന്ന് ഹൈ റിസ്ക്. ഇപ്പോൾ ഈ ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിക്കുന്നു, നല്ല യങ് ഏജ് കല്യാണം കഴിക്കുന്നു, ഉടനെ പോയി ഗർഭിണിയാവുന്നു. പണ്ടത്തെ ഒരു കാലമാണെങ്കിൽ പ്രസവത്തിന് മാത്രമാണ് ആശുപത്രി പോകുന്നത്, അല്ലേ? പ്രസവത്തിന് പോലും പോകില്ല, അതും വീട്ടിൽ പ്രസവിക്കുന്നത്. നമ്മൾ ലോ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, രണ്ടാമത് പെട്ടെന്നൊന്ന് പ്രഗ്നൻ്റ് ആവുന്നു, ഒരു കുഴപ്പമില്ല, BP ഇല്ല, ഷുഗർ ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ലോ റിസ്ക് ആണ്. പക്ഷെ ഹൈ റിസ്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു IVF ഹോസ്പിറ്റലാണ്. അവിടെ ആ പ്രഗ്നൻസി ഉണ്ടാകുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ട പ്രഗ്നൻസി ഉണ്ടാകാൻ തന്നെ. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ, 40 വയസ്സ് 45 വയസ്സൊക്കെ ഉള്ള അമ്മമാരുണ്ട്. ഇപ്പം കൂടുതലും അങ്ങനെയാണ്. അങ്ങനെയാണ്. പിന്നെ ഒരു കുഴപ്പം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് എല്ലാവരും ലേറ്റ് മാരേജ് ആണ്. കല്യാണം കഴിഞ്ഞാൽ അവർ ഉടനെ പ്രഗ്നൻ്റ് ആകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അഡ്വാൻസ്ഡ് ഏജ്, അമ്മയുടെ വയസ്സ്, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അവരുടെ പ്രഗ്നൻസി ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്ന് തീരുമാനിക്കും. അപ്പോൾ ലോ റിസ്ക് പ്രഗ്നൻസിക്ക് സാധാരണയുള്ള സ്കാനിങ് 3-4 സ്കാനിങ് മാത്രമേ ആവശ്യമുള്ളൂ ഒരു ഗർഭത്തിൽ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്പെസിഫിക്കലി പറയുന്ന 3-ാം മാസത്തെ ഒരു സ്കാൻ നിർബന്ധമായിട്ട് നമ്മൾ പറയും. പിന്നെ 5-ാം മാസത്തിലൊരു സ്കാൻ. അപ്പോൾ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പ്രസവത്തോടടുക്കുമ്പോൾ അവസാനത്തെ 3 മാസത്തിലൊരു സ്കാനിങ്, കുഞ്ഞിൻ്റെ പൊസിഷൻ അറിയാനും കുഞ്ഞിൻ്റെ വളർച്ച അറിയാനും, ഇത്രയൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ഹൈ റിസ്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് അവരതിൽ സ്കാനിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ്. അവർ ഓരോ അവയവമായിട്ട് എണ്ണിക്കുറിച്ച് കുഞ്ഞിനെ നോക്കും. അതെല്ലാം നോക്കി കണ്ടുപിടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞ് വളരുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഹൈ റിസ്ക് പ്രഗ്നൻസിക്കാണ് അത്തരം ഒരു സ്പെഷ്യൽ സ്കാൻ ആവശ്യമുള്ളത്. ഇന്നിപ്പോൾ അല്ലാതെയും ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതെ പോയി അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഈ ഫീറ്റൽ മെഡിസിൻ സ്കാനിങ്ങിൽ കാണുന്ന ഒരുപാട് സ്കാനിങ്ങിലത് വേരിയേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പറയില്ലേ 100% അല്ല, അതുപോലെ തന്നെയാണ് ഈ സ്കാനിങ്ങിലൊരു പ്രശ്നം പറഞ്ഞു എന്ന് വിചാരിക്കും, അത് കുഞ്ഞിന് പ്രശ്നം വരണമെന്നില്ല. അത് ആ കുഞ്ഞിന് നോർമലായിരിക്കും, അല്ലെങ്കിൽ അത് ഒരു നോർമൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 2 പേരുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ 2ഉം ഹ്യൂമൻ ബോഡി ആണെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, എല്ലാം ഒരുപോലൊന്നുമല്ല. അത് ഒരാളിന്, ആ ഇൻഡിവിജ്വലിന് അത് നോർമലാണ്. മനസ്സിലായോ? അത് ഇപ്പോൾ ഈ സ്കാനിങ് പരിശോധന വന്നുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, പലതും നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾ ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുമായിരിക്കും, എനിക്ക് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിനെ അവരോട് ചെയ്യേണ്ടെന്നൊന്നും പറയാറില്ല. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും വന്ന ഉടനെ നമ്മൾ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇൻഡിക്കേറ്റഡ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യമില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദോഷം സ്കാനിങ് പരിശോധനയിൽ എത്ര സ്കാൻ ചെയ്താലും കുഴപ്പമൊന്നും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ റേസ് അല്ലെങ്കിൽ നമ്മുടെ അൾട്രാസൗണ്ട് ആണല്ലോ, അത് വന്നിട്ട് കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായതായിട്ട് നമ്മൾ ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് അൾട്രാസൗണ്ട് പരിശോധന ആര് ചോദിച്ചാലും നമ്മൾ പല അമ്മമാരും ഉണ്ട്, പല അമ്മമാരും വീണ്ടും സ്കാൻ ചെയ്യാൻ ചോദിക്കുന്നവരുണ്ട്. തന്നെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഇപ്പം ഒരുവിധം എല്ലാവരും അഫോർഡബിൾ ആണ്. അതുകൊണ്ട് അവർ ചോദിച്ചാൽ നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൺഫ്യൂഷൻസ് കൂടുമെന്നല്ലാതെ അത്ര ഒരു ഗുണം എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കിട്ടാറില്ല. പലപ്പോഴും നമുക്ക് ഡോക്ടർമാർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, കുറേ സ്കാനിങ് ചെയ്തുകൊണ്ട് വരും. പിന്നെ സ്കാനിങ്ങിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ അതൊരു ഒബ്സർവർ വേരിയേഷൻസ് ഒരുപാടുള്ള ഒന്നാണ്. സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ ആ ചെയ്യുന്ന ആളിൻ്റെ എക്സ്പെർട്ടൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതും എഴുതി തന്നിട്ട് നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളിൻ്റെ ഒരു എബിലിറ്റി, എക്സ്പീരിയൻസ്, അതുപോലെ ചെയ്യുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം അതിനകത്ത് കൗണ്ടാണ്.
ഒരിക്കലും ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം, സ്കാനിങ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളൂ അതിന് വാലിഡിറ്റി. ചെയ്യുന്നതിൻ്റെ അന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് അടുത്ത ദിവസമൊക്കെ ചിലപ്പോൾ കുഞ്ഞിനൊക്കെ നിന്നൊക്കെ വരും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഇന്നലെ ചെയ്തതല്ലേ എന്നിട്ട് ഇതൊന്നും കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അംബലിക്കൽ കോഡെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ അതിലൂടെയാണ് കുഞ്ഞിനെ ബ്ലഡ് സപ്ലൈ ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കോഡ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ അതൊരു കംപ്രഷൻ വന്നിട്ട് അതൊന്നും നമ്മൾ ഹ്യൂമൻലി പ്രിവെൻറ്റബിൾ അല്ല. കുറേ കാര്യങ്ങൾ നമ്മളെ ലിമിറ്റ് വിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ എല്ലാവരും സ്കാനിങ് ചെയ്തിട്ട് വളരെ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, കോഡ് ചുറ്റി കിടക്കുന്നത്. കഴുത്തിൽ, കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ട് ശരിക്കും ഒരു ഹാങ് ചെയ്യുന്ന ഒരു ഇഫക്റ്റാണ്. പക്ഷേ അത് മിക്കവാറും സാഹചര്യങ്ങളിൽ കുഞ്ഞിനൊരു കുഴപ്പവും ചെയ്യില്ല കോഡിങ്ങനെ ചുറ്റിയത്. നമ്മൾ കണ്ടിട്ടുള്ളത് 4-5 പ്രാവശ്യം കോഡ് ചുറ്റുന്ന കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പമില്ലാതെ വരും. എന്നാൽ ഒരു പ്രാവശ്യം കോഡ് ചുറ്റിയ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അത് കുഴപ്പം വരും. അതുകൊണ്ട് സ്കാനിങ്ങിൽ കാണുന്നത് എല്ലാം വെച്ചിട്ട് വറി ചെയ്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഗർഭത്തിൽ ഏറ്റവും മോശം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. ആവശ്യമില്ലാതെ നമ്മൾ കാണാത്ത ഒരു കാര്യത്തിന്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സാധനത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതേ ഇല്ല. കുഞ്ഞ് പുറത്ത് വരുമ്പോഴല്ലേ കുഞ്ഞിനെ കാണുന്നുള്ളൂ. നമ്മൾ കാണാതുള്ള ഒരു അസസ്മെൻ്റാണ്. അപ്പോൾ അതിനകത്ത് വരാവുന്ന എറേഴ്സും എല്ലാം അതിനകത്ത് ഉള്ളതാണ്. പിന്നെ ഉള്ളത് ഗർഭകാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ദൈവിക ഇതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഗർഭിണിയാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരാൾ ഗർഭം വേണ്ടാന്ന് പറയുമ്പം ഗർഭിണിയാകുന്നു, ഗർഭം വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾ ഗർഭിണിയാകുന്നില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളെ ഹ്യൂമൻലി അങ്ങനെ നമ്മുടെ തിങ്കിങ്ങിലൊന്നും നിൽക്കുന്ന കാര്യങ്ങളല്ല. ഗർഭം എപ്പോഴും ഒരു ദൈവിക ഇതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഡോക്ടർ, പനി വന്ന ഒരു ഗർഭിണിക്ക് പനി കൂടിയിട്ട് പ്രസവം സിസേറിയനായിട്ട് എടുക്കേണ്ടി വന്ന അങ്ങനെ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്? ഉണ്ട്. സിസേറിയൻ എന്ന് പറയുന്നത്, അവിടെ നമ്മൾ സിസേറിയൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്താക്കുക എന്നുള്ളത്. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടേ നമ്മളത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ 26 ആഴ്ചയായ ഒരാളിന് പനി വന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളത് അല്ലെങ്കിൽ 28 ആഴ്ചയാകുമ്പോൾ കുഞ്ഞിനെ എടുക്കില്ല. എന്ന് പറഞ്ഞാൽ അവിടെ പനിയിലെന്ന് കുഞ്ഞിനെ രക്ഷിച്ചാലും കുഞ്ഞിൻ്റെ പ്രിമച്യൂരിറ്റി കൊണ്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. നമ്മളതെല്ലാം ഒരു ബാലൻസിലേ എടുക്കുള്ളൂ. പിന്നെ ഒരു ഇത്ര മാസം അതെ ടേം പ്രഗ്നൻസിയിൽ ഇപ്പോൾ അമ്മയ്ക്ക് പനി വന്നു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സിസേറിയൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അമ്മ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് വന്നെന്ന് വിചാരിച്ചു. ഫ്ലൂയിഡ് ലീക്ക് ചെയ്താൽ ശരിക്കും നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പ്രസവിക്കണമെന്നാണ്. അല്ലെങ്കിൽ കുഞ്ഞിന് അണുബാധ വരാം, ഗർഭപാത്രത്തിനുള്ളിലോട്ട് അണുബാധ. അങ്ങനെയുള്ള എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസവിക്കുമെങ്കിൽ നമ്മൾ പ്രസവിക്കാൻ സമ്മതിക്കും. അല്ല ഒരു ടൈം ഒരുപാട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. അപ്പോഴേക്കും പിന്നുള്ളത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഗർഭപാത്രത്തിന് എം ടി ആക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണം നമ്മൾ കോവിഡ് ടൈമിലൊക്കെ നമ്മളത് ഒരുപാട് ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ശ്വാസകോശത്തിൽ അമർത്തിയാണ് ഗർഭപാത്രം ഇരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ സാച്ചുറേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഗർഭപാത്രം എം ടി ആക്കിയാലേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങൾ. ആ സമയത്ത് നമ്മൾ അമ്മയെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി. പിന്നുള്ളത് അമ്മയ്ക്ക് പനി കൂടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പനി ഒരുപാട് കൂടി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പെല്ലാം താളം തെറ്റി, അപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ, പനി വരികയാണെങ്കിൽ ഒട്ടും താമസിക്കാതെ മെഡിക്കൽ ഹെൽപ്പ്, പ്രത്യേകിച്ചും നമ്മൾ പ്രസവത്തോട് ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം എന്നുള്ളതല്ലേ? വേറെ അതെ, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഗൈനക്കോളജിസ്റ്റ് മാത്രമായിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ റെസ്പിറേഷൻ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഡോക്ടേഴ്സിൻ്റെ, ഇപ്പം അവരെ വെന്റിലേറ്ററിലിടുക, ശ്വാസം കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതിന് വേറെ ഡോക്ടേഴ്സിൻ്റെ ആവശ്യം വരും. പിന്നെ നമ്മുടെ ഏത് തരം പനിയാണ്, അതിനെന്ത് മരുന്നാണ്, അപ്പം നമ്മളൊരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗർഭിണിയെ നമ്മളൊരു ഡോക്ടർ തന്നെ ചികിത്സിച്ച് ആ ടീമിലെ ലീഡറാണ് ഡോക്ടറായിരിക്കും. അവർക്കായിരിക്കും കൂടുതൽ
എൻ്റെ കാര്യങ്ങളിൽ തീരുമാനം ഫൈനലായിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മളുടെ ആ തീരുമാനത്തിനുള്ളിൽ ഈ ബാക്കി എക്സ്പേർട്സിൻ്റെ തീരുമാനവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. അതായിരിക്കും പേഷ്യൻറ്റിന് എപ്പോഴും നല്ലത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സിസേറിയൻ പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അണുബാധ കൂടിയിട്ട് അണുബാധയോ ഈ പനി വന്നിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും കാണും, വെറും പനി ആയിരിക്കത്തില്ല, എന്തെങ്കിലും നമുക്ക് കാര്യമായ ഒരു അണുബാധ, അത് നമുക്ക് ടെസ്റ്റുകളിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രസവത്തിന് ശേഷം പനി വരുവാണെങ്കിൽ കുഞ്ഞിനായാലും ശരി അമ്മയ്ക്കായാലും പ്രസവത്തിന് ശേഷവും കുഞ്ഞിനും അമ്മയ്ക്കും പനി വരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പനി വരുന്നത് മെയിൻലി ഡീഹൈഡ്രേഷൻ ഫീവറാണ്. മുലപ്പാൽ തികയുന്നില്ലെങ്കിൽ, കറക്റ്റായിട്ട് കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പനി വരാറുണ്ട്. അണുബാധ ഒരു സാധ്യത ഉണ്ട്. അതിനാണ് നമ്മൾ ഈ പറയുന്നത് വിസിറ്റേഴ്സ് ഒന്നും വരരുത്. എല്ലാ വിസിറ്റേഴ്സിനും വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കണം, മുത്തം വയ്ക്കണം. അപ്പം അതൊക്കെ വരുമ്പോൾ കുഞ്ഞ് ആ സമയത്ത് അതിന് പ്രതിരോധ ശേഷി കുറവാണ്. പിന്നെ അതിനെ ചികിത്സിക്കുന്ന കാര്യം നമ്മളതിനെ കുത്തിവയ്ക്കുന്നതൊക്കെ കാണുന്നതിന് നമുക്ക് സങ്കടമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അമ്മമാരുടെ കാര്യം പറഞ്ഞാൽ പ്രസവശേഷം ഉടനെ വരാവുന്നത്, പണ്ട് നമ്മുടെ സമൂഹത്തിലൊരു ചിന്തയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വെള്ളം കുടിച്ചാൽ വയറ് ചാടിപ്പോവും. അതൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഓൾഡ് ഏജിലുള്ള ആൾക്കാരൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് കൊടുത്തുകൂടാ, പെട്ടെന്നാണ് ബാധ വരും എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ മുറിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, മൂത്രാശയത്തിന് മൂത്രനാളിക്ക് അടുത്തൊക്കെ. അപ്പം പെട്ടെന്നാണ് ബാധ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് പ്രസവം കഴിഞ്ഞിട്ട് നമ്മളിതാണ്. പിന്നുള്ളത് ബ്രസ്റ്റിലെ പ്രശ്നം. മുലപ്പാൽ കറക്റ്റായിട്ട് ഇപ്പോൾ ആദ്യത്തേക്ക് പ്രസവമാണെങ്കിൽ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യാനുള്ള ടെക്നിക്സിൽ അവർക്ക് ബുദ്ധിമുട്ട് കാണും. അപ്പം പാല് കെട്ടി നിൽക്കുകയും, പിന്നെ പാലുണ്ടാകുമ്പം പാലിങ്ങനെ ആദ്യം 2-3 ദിവസം പാലുണ്ടായി വരുന്ന സമയത്തും ഇതുപോലെ ചെറിയ പനി കാണാറുണ്ട്. പക്ഷെ അതൊക്കെ കുഞ്ഞ് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് മാറും. ഈ മുലപ്പാലിൽ പാല് കെട്ടി നിന്ന് മാറിൽ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് അത് പ്രസവശേഷം വരുന്ന ഒരു പനിയുടെ ഒരു റീസൺ അതാണ്. മാറ് കല്ലിക്കുകയും വേദന വരികയും അതിൻ്റെ കൂടെ പനിയും. ന്യൂമോണിയ വരുന്ന കേട്ടിട്ടുണ്ട്. കുഞ്ഞിന് ന്യൂമോണിയ വരുന്നത് ഈ പാല് കൊടുക്കുമ്പോൾ അത് ശ്വാസകോശത്തിൽ പോയാൽ ന്യൂമോണിയ വരാം. അല്ലാതെ ഞാനീ പറഞ്ഞതുപോലെ പനിയുള്ള ആൾക്കാർ കുഞ്ഞുമായിട്ട് സമ്പർക്കത്തിൽ വരാം. ഇപ്പം അമ്മയ്ക്ക് പനി വന്നാൽ അതിൽ നിന്ന് വരാം. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യത, പ്രത്യേകിച്ചും വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക്, മാസം തികയാത്ത കുട്ടികൾക്ക്, അവർക്കൊക്കെ പെട്ടെന്ന് ഈ അണുബാധ. പിന്നെ മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ മുലയൂട്ടൽ വാരം നടക്കുന്നുണ്ട്, ഞാനത് എടുത്തു പറയുകയാണ്. മുലപ്പാലെന്ന് പറയുന്നത് അമൃതമാണ്. അതിനകത്ത് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ വാക്സിനും, കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യാനുള്ള സാധനം എല്ലാം മുലപ്പാലിലുണ്ട്. മുലപ്പാൽ തന്നെയാണ് കൊടുക്കേണ്ടത്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. അപ്പോൾ ഈ 6 മാസം നമ്മൾ മുലപ്പാൽ തന്നെ കൊടുത്താൽ കുഞ്ഞിന് നമുക്ക് അസുഖങ്ങൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് അമ്മയുടെ ആഗ്രഹവും അമ്മയുടെ താല്പര്യവും മുലപ്പാലിൻ്റെ അളവിലും വ്യത്യാസം വരുത്തും. അപ്പോൾ പ്രസവിച്ച ആദ്യ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിന് മുലപ്പാൽ ഉണ്ടാവുന്നത്, സ്ത്രീക്ക് മുലപ്പാൽ ഉണ്ടാകുന്നത്. ആ മുലപ്പാൽ ഉണ്ടാവാനുള്ള സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന കുഞ്ഞിനെ സക്ക് ചെയ്യുന്ന. അപ്പോൾ പല അമ്മമാരും അമ്മയുടെ അമ്മമാരും ഒക്കെ അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പോൾ അവൾക്ക് റെസ്റ്റ് അല്ലേ വേണ്ടത്, അങ്ങനെയൊന്നും അല്ല. ആദ്യത്തെ ദിവസങ്ങളിലെ റെസ്റ്റിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു റെസ്റ്റ് ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എത്ര ഫ്രീക്വൻ്റായിട്ട് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമോ, എത്ര താല്പര്യത്തോടെ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യും. അമ്മയുടെ അടുത്തിരിക്കുന്നത് തന്നെ കുഞ്ഞിനെ അതെ ബോണ്ടിങ് ടൈം, കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതെല്ലാം അതിന് അണുബാധ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ അതിന് തന്നെ ധാരാളം അതിൻ്റെ വെയിറ്റ് ഗെയിനും എല്ലാം അത് ഇമ്പോർട്ടൻ്റ് ആണ്. മുലപ്പാൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ പല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ഒരു വാക്സിനാണ്. ആ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആദ്യത്തെ ദിവസങ്ങളിലെ പാലൊക്കെ ഈ സമയത്ത് അമ്മയ്ക്കോ കുഞ്ഞിനോ ഒരു പനി വന്നാൽ നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് ശരിക്കും മാറ്റി നിർത്തേണ്ടെന്നാണ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ എയ്ഡ്സ് ഉള്ള അമ്മമാരെ കുഞ്ഞിനെ പാല് കുടിപ്പിക്കേണ്ട, മാറ്റി നിർത്തും. അപ്പോൾ കോവിഡ് വന്നപ്പോഴും നമ്മളത് കണ്ടതാണ്. കുഞ്ഞിനെ പാല് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ പാല് കൊടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. അമ്മ മാസ്ക് വയ്ക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്ത് കുഞ്ഞിനെ അത് പകരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. HIV പോലെ എയ്ഡ്സിൻ്റെ പോലെ നമ്മൾ പറയുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാതെ ഉള്ള ഒരു പ്രശ്നത്തിനേക്കാളും കൂടുതലല്ല എയ്ഡ്സ് വന്നാൽ. അപ്പോൾ അത് പകരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പകരില്ല, ഒരു ചെറിയ ശതമാനത്തിനെ ആ സ്പ്രെഡിങ് ഇതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യം നിശ്ചയിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കൊടുത്തില്ലെങ്കിൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയും എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യ ദിവസങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ
ആ സ്റ്റിമുലേഷൻ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുക തന്നെ. ഇപ്പം പറഞ്ഞതല്ലാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഈ പനി വരാൻ ചാൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം മാറാതെ നിൽക്കുന്ന പനി, കുറേ നാൾ ഞാൻ നേരത്തെ ട്യൂബർക്കുലോസിൻ്റെ കാര്യം പറഞ്ഞു, ഈവനിങ് റൈസ്, പിന്നെ നമ്മൾ ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതിൻ്റെ പലതിൻ്റെ ലക്ഷണം ഈ ഒരു മാറാത്ത പനി, മാറാതെ നിൽക്കുന്ന പനി, ക്രോണിക് ഫീവർ എല്ലാം നമ്മളൊരു 3 ആഴ്ച അല്ലെ കൂടുതലൊന്നും ഒരു പനി സാധാരണ ഒരു അസുഖത്തിന് അങ്ങനെ നിൽക്കില്ല. പിന്നെയും ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തോന്നോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാവും. പലപ്പോഴും ബ്ലഡ് ക്യാൻസറൊക്കെ നമ്മളതിന് നമ്മൾ മെഡിസിനിൽ ഞങ്ങളത് പറയുന്ന PU എന്ന്, പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ, എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പണ്ട് നമ്മളത് എന്ത് അസുഖമാണെന്ന് എഴുതാൻ PU എന്നാണ് എഴുതുന്നത് നമ്മൾ പഠിക്കുമ്പോഴേ. എന്നിട്ട് നമ്മളതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് വരുമ്പോഴായിരിക്കും അതെന്തോന്നോ ഒരു പ്രശ്നം ആണ്. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറൊക്കെ ഒരുപാട് അങ്ങനെ പനി മാറാതെ. അങ്ങനെയുള്ള ഒരു അമ്മയുടെ കുഞ്ഞിനും ലുക്കീമിയ കാണാൻ ചാൻസ് ഉണ്ടോ? സാധ്യത കുറവാണ്. അത് അമ്മയ്ക്ക് തന്നെ അല്ലാതെ, ഞാനത് പറഞ്ഞത് ജനറൽ പോപ്പുലേഷൻ്റെ കാര്യമാണ്. ഇപ്പം അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. അമ്മയ്ക്കും ഉണ്ട്, ഗർഭകാലത്ത് ലുക്കീമിയ കണ്ടുപിടിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പനി മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത്, പനി ശരിക്കും ഒരു നല്ലൊരു ലക്ഷണമാണ്. ഒരു നമ്മുടെ ശരീരത്തിൽ എന്തോ അസുഖം ഉണ്ടല്ലെങ്കിൽ അണുബാധ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണ് പനി. അപ്പോൾ ആ പനി ഉണ്ടെങ്കിൽ നമ്മളത് നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാ പനി വന്നുടനെ ഏറ്റവും കൂടിയ അസുഖങ്ങൾ, ഇപ്പോൾ എനിക്ക് പനി വന്നു, ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണോ എന്ന് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ പ്രത്യേക രീതിയുണ്ട് ആ പനി പോകുന്നത്. നമ്മളിപ്പം ഈ ഫൈലേറിയാസിസ് ഇല്ലേ, നമ്മുടെ മന്ദരോഗം, അതിനുമൊക്കെ പനി വരും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ ഒന്നും കാണുമില്ല. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇടയ്ക്കൊരു പീരീഡിൽ അവർക്ക് കുഴപ്പമൊന്നും കാണണമെന്നില്ല. അപ്പോൾ ആ റിലാപ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ആക്ടിവേഷൻ വരുന്ന സമയത്തേ പനി വരുള്ളൂ. അപ്പോൾ പനി എപ്പോൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ട് എല്ലാ പനി വന്നുടനെ നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ പലരുടെയും 1-2 ധാരണകളും തെറ്റാണ്. എല്ലാ പനിയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാം, അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. ഈ പനിയിൽ വേറെ പ്രത്യേകിച്ചൊന്നുള്ളതാണ് നമ്മൾ ഈ പന്നിപ്പനി എന്ന് HNN. പല പനികൾക്കും ഏർലി സ്റ്റേജിലാണ് ട്രീറ്റ്മെൻറ്റ്. നമ്മളത് കേട്ട് കാണും. എലിപ്പനിക്ക് എന്തുകൊണ്ടാണ് അഴുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറയുമ്പോൾ തന്നെ ഡോക്സിസൈക്ലിൻ എന്നുള്ള മരുന്ന് കൊടുക്കുന്നതിൻ്റെ റീസൺ അതാണ്. അതിൻ്റെ ആദ്യത്തെ 1-2 ദിവസം ചികിത്സ കിട്ടിയില്ലെങ്കിൽ നേരെ പോയി അത് ലിവറിനെയും കിഡ്നിയൊക്കെ അങ്ങ് അടിച്ച് നശിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പനിക്ക് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇഫക്റ്റീവ് അല്ല. അതുപോലെ ഒന്നുള്ളതാണ് ഈ HNN എന്ന് പറഞ്ഞാൽ പന്നിപ്പനി. ഒരുപാട് ഗർഭിണികൾക്ക് ജീവഹാനി വരുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ വേവിൽ. അതിനൊക്കെ നല്ല മരുന്നുകളുണ്ട്, പക്ഷെ അതിനെല്ലാം ഇഫക്റ്റ് ആദ്യ ദിവസങ്ങളിലേ ഉള്ളൂ. ആദ്യം ഒരു 3-4 ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണ്, ഗർഭിണികൾക്ക് ആർക്ക് ചുമ വന്നാലും നമ്മൾ പനിയുടെ മരുന്ന് കൊടുക്കാനാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്നാൽ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ മരുന്നിന് ഇഫക്റ്റ് ഇല്ല, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനായി കഴിയും. ഇതൊക്കെയാണ് നമ്മൾ പനിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഡോക്ടർ, ഇവിടെ സമയം പൂർണ്ണമാവുകയാണ്. കെയറിംഗ് ഹാൻഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.